ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ തുടർമാനമായിട്ട് ഇന്ന് അല്പമായിട്ട് ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാം. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ നിന്നാണല്ലോ നമ്മൾ ചിന്തിച്ചു വരുന്നത്. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ് നമ്മൾ അല്പമായിട്ട് ചിന്തിച്ച് വന്നിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 9-ാമത്തെ വാക്യമാണ് നമ്മൾ ആ നിലയിൽ ചിന്തിച്ചത്. നമ്മുടെ തീത്തോസിന് എഴുതിയ ലേഖനത്തിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് സഭാ കുടുംബത്തിലെ യോഗ്യമായ നടത്ത എന്നുള്ള വിഷയമാണല്ലോ. അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ കാര്യങ്ങൾ പഠിച്ചു വരുന്നത്. 2-ാം അധ്യായം 9-ാമത്തെ വാക്യം ഞാൻ ഒന്ന് വായിക്കാം. ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായി ഇരിപ്പാൻ കൽപ്പിക്കാം. ഈ വാക്യത്തിനെ അടിസ്ഥാനമാക്കി നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് പഴയ നിയമത്തിലെ ഒരു വ്യക്തിയുടെ ജീവിതവുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചത്. അബ്രഹാമിന്റെ ദാസനായ എലയാസർ വിശ്വസ്തനായിട്ടുള്ള ഒരു ദാസനായിരുന്നു. ആ എലയാസറിന്റെ ജീവിതത്തിൽ താൻ ഒരു ദാസനായി ജീവിച്ചിരുന്നപ്പോൾ തന്റെ യജമാനെ എങ്ങനെ പ്രസാദമുള്ള ഒരു ജീവിതം നയിച്ചു എന്നതാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിച്ചത്. ആ എലയാസറിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചുവെങ്കിലും 1-2 കാര്യങ്ങൾ കൂടി അതിനോടനുബന്ധിച്ച് ചിന്തിച്ചതിന് ശേഷം നമുക്ക് പുതിയ നിയമത്തിലേക്ക് ആ വാക്യത്തിലോട്ട് വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ നിന്നാണ് എലയാസറിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു വന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പഠിച്ച വിഷയമെന്ന് പറയുന്നത് എലയാസർ യജമാനെ അനുസരിച്ച ഒരു ദാസനായിരുന്നു. കൂടാതെ യജമാനന്റെ ഇഷ്ടം ചെയ്തവനായിരുന്നു. യജമാനെ പ്രസാദം വരുത്തിയവനായിരുന്നു. കൂടാതെ യജമാനുമായിട്ട് അബ്രഹാമുമായിട്ട് ചെയ്ത ഉടമ്പടിയിൽ അവൻ വിശ്വസ്തത കാണിച്ച ഒരു ദാസനായിട്ട് ഇരുന്നു. കൂടാതെ തന്റെ യജമാനെ ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തതയോടെ പൂർത്തീകരിച്ച ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു എലയാസർ. ഈ 24-ാമത്തെ അധ്യായത്തില് അബ്രഹാം ഈ എലയാസറിനെ അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്കിന് വേണ്ടി ഭാര്യയെ എടുക്കുവാനായിട്ട് ഈ എലയാസറിനെ ആ വിടുന്ന സമയത്ത് ചില കാര്യങ്ങൾ 24-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. നമ്മളത് അല്പമായിട്ട് ചിന്തിച്ചതാണ്. അതിൽ പ്രധാനമായിട്ടും 24-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഒരു കാര്യം അബ്രഹാം പറയുന്നുണ്ട്. എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തതുമായി സ്വർഗത്തിന്റെ ദൈവമായ യഹോവ എന്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തന്റെ ദൂതനെ അയക്കും. അപ്പോൾ ഈ എലയാസർ അബ്രഹാമിനെ വിട്ട് തന്റെ മകന് വേണ്ടി ഭാര്യയെ എടുക്കുവാനായിട്ട് പോകുന്ന സമയം അബ്രഹാം ഈ എലയാസറിനടുത്ത് പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അതായത് എലയാസർ ആ ദേശത്ത് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ യഹോവയുടെ ദൂതൻ തനിക്ക് മുമ്പായിട്ട് അവിടെ അയക്കുമെന്നുള്ള കാര്യം അബ്രഹാം ഈ എലയാസറിനോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ഈ കർത്താവായ യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു വിശ്വസ്ത ദാസനായിരുന്ന അബ്രഹാമിന് വേണ്ടിയിട്ട് ഈ എലയാസറിന് മുൻപായിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ഒരു ദൈവത്തിന്റെ ദൂതനെ അയക്കുന്നതായിട്ടാണ് അവിടെ പറയുന്നത്. ദൈവത്തിന്റെ ദൂതൻ നമുക്കറിയാം. ഈ പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും അനേക ദൂതന്മാരെ കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ ദൂതന്മാരെ കുറിച്ച് വിവരിക്കുവാനല്ല പോകുന്നത്. പഴയ നിയമത്തിൽ ഏകദേശം 100-ൽ പരം ദൂതന്മാരെ കുറിച്ച് വാക്യങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ ഏകദേശം 130ഓളം പ്രാവശ്യം ഈ ദൂതന്മാരെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ എലയാസറിന്റെ യാത്രയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവദൂതന്റെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് അറിയുമ്പോൾ തന്റെ യാത്രയ്ക്ക് കുറച്ചുകൂടി ഒരു പ്രചോദനം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് തന്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണമൊക്കെ ചെയ്തതിന് ശേഷമല്ല അബ്രഹാമുമായിട്ട് എലയാസർ ഉടമ്പടി ചെയ്യുന്നത്. മറിച്ച് തന്റെ യാത്രയോടുള്ള ബന്ധത്തിൽ
അല്ലെങ്കിൽ ഇസഹാക്കിന് ഭാര്യയെ എടുക്കുന്നതുമായിട്ടുള്ള ബന്ധത്തിൽ അബ്രഹാമുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തതിന് ശേഷമാണ് ഇസഹാക്ക് തന്റെ യാത്രയെ കുറിച്ചൊക്കെ ഒരു ക്രമീകരണം നടത്തുന്നത്. അപ്പോൾ തന്നെയാണ് ഈ അബ്രഹാം തന്നെ ദൈവത്തിന്റെ ദൂതൻ തനിക്ക് മുമ്പാകെ പോകുമെന്നുള്ള കാര്യമൊക്കെ പറയുന്നത്. അപ്പോൾ തന്റെ യാത്രയോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, ഈ എലയാസർ യാത്ര പുറപ്പെടുന്ന സമയത്ത് അബ്രഹാമിന്റെ ഒട്ടകങ്ങൾ, വിശേഷമായിട്ടുള്ള വസ്തുക്കൾ ആ നിലയിലൊക്കെ എലയാസറിന്റെ കൈവശം കൊടുത്ത് വിടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്വാഭാവികമായിട്ടും നമ്മോടുള്ള ബന്ധത്തിൽ നമ്മളെ ദൈവം ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഇന്ന കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടാലേ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ എന്നുള്ള ചില ഒരു വാക്കുകളൊക്കെ നാം ദൈവത്തോട് ചിലപ്പോൾ പറയാറുണ്ട്. എന്നാൽ താൻ എങ്ങനെ ആ ദേശത്ത് പോകും, അല്ലെങ്കിൽ തനിക്ക് യാത്ര പോകുന്ന ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഇതൊന്നും അറിഞ്ഞതിന് ശേഷമല്ല അബ്രഹാമുമായിട്ട് താൻ ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്. ഒരുപക്ഷെ താൻ അബ്രഹാമുമായിട്ട് ഉടമ്പടിയൊക്കെ ചെയ്തതിനു ശേഷം 10 ഒട്ടകങ്ങൾ തനിക്ക് കൂടെ, അല്ലെങ്കിൽ യാത്ര ചെയ്യുവാൻ ദാസന്മാർ 10 ഒട്ടകങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എലയാസറിന് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എലയാസറിന് അബ്രഹാമിനോട് ചോദിക്കാമായിരുന്നു, എനിക്ക് യാത്ര പോകാനായിട്ട് ഈ ഒട്ടകങ്ങളൊന്നും എനിക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ ഒട്ടകത്തേക്കാൾ മേന്മയുള്ള ഒരു കുതിരയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു സ്പീഡിന് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാമല്ലോ, യാത്രയൊക്കെ ഒരുപക്ഷെ ഒന്നുകൂടി സുഗമമാക്കാമല്ലോ എന്നൊക്കെ ഈ എലയാസറിനെ ചിന്തിക്കാമായിരുന്നു, അല്ലെങ്കിൽ അബ്രഹാമിനോട് ചോദിക്കാമായിരുന്നു. എന്നാൽ അതൊന്നും എലയാസർ ഈ അബ്രഹാമിനോട് ചോദിക്കുകയോ അതിനെക്കുറിച്ചൊന്ന് പിറുപിറുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. തന്റെ യജമാനൻ എന്താണ് തനിക്ക് ഏൽപ്പിച്ചത് അത് ഏറ്റവും വിശ്വസ്തയോടെ താൻ കൈക്കൊള്ളുകയും ആ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്നതായിട്ട് അവിടെ കാണുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ ഈ ദൂതന്മാരെ, അല്ലെങ്കിൽ തനിക്ക് മുമ്പായി ദൂതനെ അയക്കുമെന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ പലയിടത്തും ഈ ദൂതന്മാരുടെ പ്രത്യക്ഷതകളെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഈ അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ, അബ്രഹാമിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ 3 പുരുഷന്മാർ അബ്രഹാമിന്റെ ഭവനത്തിൽ വന്നതായിട്ട് കാണുവാൻ സാധിക്കും. അത് ദൈവദൂതന്മാരാണെന്ന് പറയുന്നു. കൂടാതെ തന്നെ ലോത്തിനെ സന്ദർശിച്ചത് അത് ദൈവദൂതന്മാരാണെന്ന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുവാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ഓരോ ദൈവ പൈതലിനും ദൈവത്തിന്റെ ഓരോ ദൂതന്മാർ, അല്ലെങ്കിൽ ഒന്നിലധികം ദൂതന്മാരെ തന്റെ മക്കളുടെ സംരക്ഷണയ്ക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ സങ്കീർത്തനത്തിലൊക്കെ വരുമ്പോൾ അവിടെ ദൂതന്മാരുടെ എണ്ണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് കോടി അല്ലെങ്കിൽ അനേകമാണെന്നൊക്കെ സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്. എബ്രായർ ലേഖനം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെയും ദൂതന്മാരെ കുറിച്ചും അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൂടാതെ തന്നെ എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഓരോ ദൈവ പൈതലിലും ദൂതന്മാർ സേവക ആത്മാക്കളായിട്ട് ഉണ്ടെന്നുള്ള കാര്യവും അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ 7-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ദൈവം കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ദൈവദൂതന്മാർക്ക് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ദൈവത്തിന്റെ അരുളപ്പാടുകളും അല്ലെങ്കിൽ ദൈവമക്കളെ പുലർത്തുന്നതിനും വഴി നടത്തുന്നതിനും വളരെയധികം ഒരു സാന്നിധ്യം ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഈ എലയാസറിനോടുള്ള ബന്ധത്തിൽ ആ വിഷയം നമുക്ക് വിട്ടിട്ട് പുതിയ നിയമത്തിലോട്ട് വരാം. എലയാസർ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. എലയാസർ വിശ്വസ്ത ദാസൻ ആയിരുന്നു. നമ്മൾ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ അവിടെ വായിച്ച വാക്യത്തിൽ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു ദാസൻ തന്റെ ജീവിതം, അല്ലെങ്കിൽ ഒരു ദാസനായിട്ട് നാം എല്ലാവരും കർത്താവിന്റെ ദാസീദാസന്മാരാണ്. എന്നാൽ നമ്മൾ ഏതൊക്കെ നിലയിൽ എങ്ങനെ ജീവിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. നമ്മുടെ ദാസീദാസന്മാർ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്ക് മാതൃകയായിട്ടുള്ള ഒരു ദൈവം, അവൻ സാക്ഷാൽ ദാസനായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്. അവൻ നമുക്കൊരു മാതൃകയായിട്ട് തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നാം കർത്താവിന്റെ ദാസീദാസന്മാരെന്ന് പറയുന്നത്. നമുക്ക് ഈ വായിച്ച വാക്യത്തോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദാസത്വത്തെ കുറിച്ച്, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ദാസനായിട്ട് ഈ ഭൂമിയിൽ വന്നത്, അത് നമ്മളൊന്ന് ചിന്തിച്ചു പോകുന്നത് നല്ല ഉചിതമായിട്ടുള്ള ഒരു കാര്യമായിട്ടിരിക്കും. നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ
അവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവ് ദാസരൂപം എടുത്തു, അല്ലെങ്കിൽ ദാസരൂപം എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി എന്ന് നമുക്ക് ആ വാക്യത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കും. 6-ാമത്തെ വാക്യം വായിക്കുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിട്ട് തീർന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു തന്നെ നമുക്കൊരു മാതൃകയായിട്ട് തന്നെ ഇരിക്കുന്നു. അവൻ ദാസരൂപമെടുത്ത് അവൻ ഈ ഭൂമിയിൽ വന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ഒരു താഴ്ചയുടെ ഒരു 3-ാമത്തെ പടിയായിട്ട് നമുക്ക് ഇത് കാണുവാനായിട്ട് സാധിക്കും. താൻ ദാസരൂപം അല്ലെങ്കിൽ ദാസവേഷം എടുത്ത് ഈ ഭൂമിയിൽ വന്നത്. 1-ാമത്തെ പടി എന്ന് പറയുന്നത് നമ്മൾ വായിച്ചതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് സാധിക്കും, അവൻ സ്വർഗത്തിലെ സകല മഹത്വങ്ങളെയും കൈവെടിഞ്ഞ് അല്ലെങ്കിൽ ആ പിതാവുമായിട്ട് ഒന്നിച്ച് വസിക്കുന്ന ആ ഒരു സാന്നിധ്യം വിട്ട് അവൻ താഴ്ന്ന ഭൂമിയിൽ നമുക്ക് വേണ്ടി അവൻ ദാസരൂപമെടുത്തു വന്നു. കൂടാതെ തന്നെ 3-ാമത്തെ പടിയായിട്ട് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കും, സ്വർഗത്തിലെ എല്ലാ പദവിയോടും അല്ലെങ്കിൽ യോഗ്യതകളോടും ജീവിക്കേണ്ടവൻ കേവലം ദാവീദിന്റെ വംശത്തിൽ അവൻ പൂജാതനായി ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു ജനനം എടുത്ത് അവൻ ഭൂമിയിൽ വന്നു. ഇതാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു ദാസരൂപം എന്ന് പറയുന്നത്. ഈ ദാസൻ എന്ന് പറയുമ്പോൾ ഒരു യജമാനനെ കീഴ്പ്പെട്ട് ജീവിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ ഒരു മറുവശം എന്ന് പറയുന്നത്, ദാസന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒരു അനുസരണം അതിൽ കൂടി ഉൾപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ വായിച്ച വാക്യത്തിൽ അത് തന്നെയാണ് പറയുന്നത്. ഈ ദാസന്റെ അനുസരണം അത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ഈ വാക്യത്തിൽ വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ആ വാക്യം ചിന്തിച്ച് പഠിക്കുമ്പോൾ അവൻ ക്രൂശിലോളം അനുസരണമുള്ളവനായിട്ട് തീർന്നു. നമ്മൾ എലയാസറിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലും അത് തന്നെയാണ് ചിന്തിച്ചത്. അബ്രഹാമിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നതിനോടൊപ്പം തന്നെ അവൻ അബ്രഹാമിന് അനുസരണമുള്ള ഒരു ദാസനായിട്ട് എലയാസർ ജീവിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ദാസരൂപം എടുത്തത് കേവലം അവൻ മനുഷ്യനായിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ദൈവമായിട്ട് മാത്രമല്ല, അവൻ മനുഷ്യനും ദൈവവുമായിട്ടാണ് അവൻ ഈ ഭൂമിയിൽ ദാസരൂപം എടുത്തത്. നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ഗോഡ് ആൻഡ് മെൻ അല്ലെങ്കിൽ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ഒരു രൂപമായിട്ടാണ് അവൻ ഈ താഴ്ന്ന ഭൂമിയിൽ വന്നത്. എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചിന്തിക്കുവാൻ സാധിക്കും? അവൻ ദൈവത്തിന്റെ ആ രൂപം മാത്രം എടുത്തുകൊണ്ട് എന്തുകൊണ്ട് ഭൂമിയിൽ വന്നില്ല? അല്ലെങ്കിൽ മറിച്ച് നമുക്ക് ഇങ്ങനെ ചിന്തിക്കുവാൻ സാധിക്കും, എന്തുകൊണ്ട് അവൻ മനുഷ്യന്റെ രൂപം എടുത്ത് മാത്രം കൊണ്ട് ഈ ഭൂമിയിൽ വന്നില്ല? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രക്ഷ ഒരിക്കലും സാധ്യമാകാൻ സാധിക്കത്തില്ല. അവൻ കേവലം മനുഷ്യനോടൊപ്പം തന്നെ അവന്റെ ദൈവത്തിന്റെ ആ സ്വരൂപം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ പൂർണ്ണമായിട്ടുള്ള ആ ദൈവത്വം ഉൾപ്പെടെയാണ്, അല്ലെങ്കിൽ മനുഷ്യരൂപവും അല്ലെങ്കിൽ മനുഷ്യനും ദൈവവുമായിട്ടാണ് അവൻ ഈ താഴ്ന്ന ഭൂമിയിൽ നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് വന്നത്. കൂടാതെ തന്നെ ഈ കർത്താവായ യേശുക്രിസ്തു ഈ താഴ്ന്ന ഭൂമിയിൽ ദാസനായിട്ട് വരുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ ദാസൻ എന്ന് പറയുമ്പോൾ ഈ പഴയ നിയമത്തിൽ കൂടുതലായിട്ട് അവിടെ കാണുവാൻ സാധിക്കുന്നത് ഒരു അടിമ എന്നുള്ള പദമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ അടിമകളാണെങ്കിൽ തന്നെയും നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്, നാം എല്ലാവരും ദാസന്മാര് ആണ്. എന്നാൽ പഴയ നിയമത്തിൽ യെശയ്യാവൊക്കെ വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തു യഹോവയുടെ ദാസൻ എന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. കൂടാതെ അവൻ നീതിമാനായ ദാസൻ എന്ന് കാണുവാൻ സാധിക്കും. ക്രിസ്തു നിത്യനായ ദാസൻ എന്ന് കാണുവാൻ സാധിക്കും. മത്തായി എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അവൻ ക്രിസ്തു യഹൂദന്മാരുടെ ദാസൻ എന്ന് കാണുന്നു. കൂടാതെ തന്നെ നമ്മൾ യെശയ്യാവിന്റെ പുസ്തകത്തിൽ തന്നെ കാണുന്നു ക്രിസ്തു ദൈവത്തിന്റെ ദാസൻ. ഇങ്ങനെ പല നിലയിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ദാസൻ എന്നുള്ള പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു ഒരു ദാസരൂപമെടുത്ത് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ ശരിക്കും ഒരു അടിമ, അല്ലെങ്കിൽ ഒരു അടിമ എങ്ങനെ ജീവിക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊരു മാതൃക എങ്ങനെ കാണിച്ചു തരുവാനായിട്ട് സാധിക്കും, ആ നിലയിൽ തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്.
നമ്മൾ കാണുന്നുണ്ട്. അവൻ കർത്താവായ യേശു ക്രിസ്തു ദാസനായിട്ട് വന്നതോടൊപ്പം തന്നെ നമ്മൾ മത്തായി 7 സുവിശേഷത്തിൽ വരുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, അവൻ ശുശ്രൂഷിപ്പാനും ഉള്ള ഒരുക്കത്തോടെ ആണെങ്കിൽ തന്നെയും അവൻ ഭൂമിയിൽ വന്ന് അവൻ ശുശ്രൂഷിപ്പാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ അവൻ ശുശ്രൂഷിപ്പാനായിട്ടാണ് ഈ ഭൂമിയിൽ വന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ ഈ ദാസരൂപമെടുത്ത് അവൻ ഭൂമിയിൽ വന്നു എന്ന് പറയുമ്പോൾ തന്റെ രൂപത്തിനും, അല്ലെങ്കിൽ അവൻ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആ സാന്നിധ്യം, അല്ലെങ്കിൽ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ആ ബന്ധത്തിൽ തന്നെ ആയിരിക്കുമ്പോൾ അവൻ ഭൂമിയിൽ വരുമ്പോൾ അവന്റെ രൂപത്തിനും അല്ലെങ്കിൽ പ്രകൃതിക്കും ഒരു മാറ്റം സംഭവിച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ രൂപത്തിന് മാറ്റമെന്ന് പറയുമ്പോൾ അവൻ ദാസരൂപമെടുത്തു, അവൻ മനുഷ്യ സാദൃശ്യത്തിലായി ഭൂമിയിൽ വന്നു എന്ന് നമ്മൾ കാണുന്നത്. കൂടാതെ തന്നെ അവൻ ഭൂമിയിൽ ദാസരൂപമെടുത്ത് വരുമ്പോൾ ഒരു താഴ്ചയുള്ളവനായിട്ടാണ് അവൻ ഈ ഭൂമിയിൽ വന്നത്. അതാണ് മർക്കോസ് എഴുതിയ സുവിശേഷം 10 നേരത്തെ പറഞ്ഞതാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ഏൽക്കാനല്ല ശുശ്രൂഷിപ്പാനത്രേ ലോകത്തിൽ വന്നത്. അവൻ ശുശ്രൂഷിപ്പാൻ, അല്ലെങ്കിൽ സകലരുടെയും, അല്ലെങ്കിൽ നമുക്ക് പുതിയ നിയമത്തിൽ വരുമ്പോൾ അവൻ ശിഷ്യന്മാരെ, തന്റെ കൂടെയുള്ളവരെ ശുശ്രൂഷിച്ച വിധം, അല്ലെങ്കിൽ അവരെ കൈക്കൊണ്ട വിധമൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ മത്തായി 7 സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നു, താൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നെ പഠിപ്പിപ്പിൻ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒരു ദാസരൂപമെടുത്ത് ഭൂമിയിൽ വരുമ്പോൾ അവന് ശരിക്കും, അല്ലെങ്കിൽ ദൈവത്വത്തിന്റെ ആ സ്വഭാവവും ആ മാനുഷികമായിട്ടുള്ള ഒരു സ്വഭാവം രണ്ടും കൂടെയാണ് ഉൾക്കൊണ്ടുകൊണ്ടാണ് അവൻ ഈ ഭൂമിയിൽ വന്നത്. അവൻ അനുസരണം ഉള്ളവനായിട്ട് തീർന്നു. കൂടാതെ തന്നെ ഈ ദാസനായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ ദാസനായ ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന 1-2 സവിശേഷതകൾ കൂടി നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ അത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. അവൻ ദാസരൂപമെടുത്ത് ഭൂമിയിൽ വന്നപ്പോൾ അവൻ കേവലം, അല്ലെങ്കിൽ അവൻ ഒരു അനുസരണമുള്ള ഒരു ദാസനായിരുന്നു. തന്റെ പിതാവിന്റെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ പിതാവിനെ അനുസരിച്ച്, പിതാവിന്റെ ഇഷ്ടപ്രകാരം അവൻ അനുസരണയോടെ ഭൂമിയിൽ ജീവിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലായാലും പിതാവ് പുത്ര ആ ഒരു ബന്ധം അത് എപ്പോഴും നിലനിന്നിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിതാവിന്റെ പൂർണ്ണമായിട്ടുള്ള ഇഷ്ടം നിറവേറ്റത്, ആ അനുസരണം നമ്മൾ കാണുന്നത് കാൽവറി ക്രൂശിലാണ്. കാൽവറി ക്രൂശിൽ നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് ആ പിതാവിന്റെ പൂർണ്ണമായിട്ടുള്ള ആ അനുസരണം പുത്രനായ ക്രിസ്തു അവിടെ ഏറ്റെടുത്ത് അവിടെ നിറവേറ്റിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ അവൻ ദാസരൂപമെടുത്ത് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ പിതാവിനെ പ്രസാദിപ്പിച്ച ഒരു ജീവിതമായിരുന്നു കർത്താവായ യേശു ക്രിസ്തു ഇവിടെ നയിച്ചിരുന്നത്. നമ്മള് യോഹന്നാന്റെ എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ ശിഷ്യന്മാരുടെ കാൽ കഴുകുന്ന ആ ഒരു കാര്യമാണ് അവിടെ കാണുന്നത്. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ദാസരൂപം എങ്ങനെയാണെന്നും താൻ എങ്ങനെ താഴ്മ ധരിച്ചു എന്നും താൻ എങ്ങനെ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ട് തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, സ്നേഹത്തിൽ എങ്ങനെ വർദ്ധിച്ചു വരുവാനായിട്ട് സാധിക്കും എന്നീ നിലയിലുള്ള കാര്യങ്ങളൊക്കെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് അവിടെ കാണിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊക്കെ നിലയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാലും കർത്താവായ യേശു ക്രിസ്തു നമുക്കൊരു മാതൃകയുള്ള ഒരു ജീവിതമായിട്ട് ഈ ലോകത്തിൽ ജീവിച്ചു തീർത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവന്റെ ദൈവത്വം എന്ന് പറയുന്നത് അവൻ ഭൂമിയിൽ ജീവിച്ചപ്പോൾ പല അത്ഭുതങ്ങളും അടയാളങ്ങളും അത് ദൈവത്തിന്റെ ഒരു അത്ഭുതമായിട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ രോഗികളെ സൗഖ്യമാക്കി, അത് ദൈവത്വത്തിന്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പല അത്ഭുതങ്ങളും അവൻ ചെയ്തു. കാനാവിലെ കല്യാണത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി,
അതൊരു അത്ഭുതമായിട്ടിരിക്കുന്നു. കണ്ണു കാണാത്തവരെ അവൻ സൗഖ്യമാക്കി. ഇതൊക്കെ താൻ ചെയ്തു എങ്കിൽ തന്നെയും അതിനോടൊപ്പം തന്നെ അവനെ ദാസത്വത്തിന്റെ അല്ലെങ്കിൽ ഒരു ദാസനായിട്ട് തന്നെ ജീവിച്ചു. അവൻ മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ തന്നെ അവന് വിശന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ ഭക്ഷിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമുക്കൊരു മാതൃക ഉള്ളതായിട്ട് അല്ലെങ്കിൽ അവന്റെ മനുഷ്യത്വത്തെ കാണിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവൻ ഇതൊക്കെ കാണിച്ചു തന്നത് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അവൻ ദാസരൂപം എടുത്തു വന്ന് ഇതൊക്കെ കാണിച്ചു തന്നത് നാമും ഇതുപോലെ ജീവിക്കണം എന്ന് തന്നെയാണ് ഒരു മാതൃകയാക്കി അവൻ കാണിച്ചത്. അതിന് നമുക്ക് ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് പലപ്പോഴും ഒരു മാതൃക നമുക്കില്ലല്ലോ, പിന്നെ എങ്ങനെ നമ്മൾ ചെയ്യുമെന്നൊക്കെ ഒരു ഒഴിവ് കഴിവുകളൊക്കെ നമ്മൾ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തന്നെ ഒരു ഉദാഹരണമായിട്ട് അവൻ ദാസരൂപം എടുത്ത് ഭൂമിയിൽ വന്ന് നമുക്കൊരു മാതൃക ഉള്ളവനായിട്ട് ജീവിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ശരിക്കും കർത്താവ് നമുക്കൊരു മാതൃകയുള്ള ഒരു ജീവിതം കാണിച്ചു തന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ നമുക്ക് ആ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് നമുക്ക് ചിന്തിക്കാം. ഒരു ദാസൻ അല്ലെങ്കിൽ ഒരു ദാസി എങ്ങനെ ആയിരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന നാം അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന നാം ഒരു ദാസനായിട്ട് ഏതൊക്കെ നിലയിൽ ജീവിക്കണം, അല്ലെങ്കിൽ ഒരു ദാസിയായിട്ട് നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം എങ്ങനെയുള്ളവരായിട്ട് ജീവിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് ഈ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. നമ്മൾ 6-ാമത്തെ വാക്യമാണ് വായിച്ചത്. എന്നാൽ നമ്മൾ അതിന്റെ 2-ാമത്തെ അധ്യായം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ദാസത്വം അല്ലെങ്കിൽ താൻ ദാസനായി വന്നത് എന്നുള്ള കാര്യം അത് പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു വിശ്വാസി എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു ദാസൻ എങ്ങനെ ജീവിക്കണമെന്ന് ഇവിടെ ഏകദേശം 9 കാര്യങ്ങൾ ഈ 2 വാക്യത്തിൽ നിന്നും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് അവിടെ പറയുന്നത് നിങ്ങൾ ഏക മനസ്സുള്ളവരായിരിക്കണം. 1 മൈൻഡ്, നിങ്ങൾ ഏക മനസ്സുള്ളവർ ആയിരിക്കണം. രണ്ടാമതായിട്ട് അവിടെ പറയുന്നത് ഏക സ്നേഹമുള്ളവർ ആയിരിക്കണം. 1 ലവ്, ഏക സ്നേഹം ഉള്ളവർ ആയിരിക്കണം. മൂന്നാമതായിട്ട് അവിടെ പറയുന്നത് നിങ്ങൾ ഐക്യമത്യപ്പെട്ട് ഉള്ളവർ ആയിരിക്കണം. 4-മത് ഏകഭാവം ഉള്ളവർ ആയിരിക്കണം. 5-മത് കർത്താവിന്റെ സന്തോഷം പൂർണ്ണമാക്കണം. 6-മത് താഴ്മയുള്ളവർ ആയിരിക്കണം. 7-മത് ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം. 8-മത് ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. 9 ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ദാസൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവന് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതം എടുത്തു നോക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തനിക്ക് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് അവിടെ പല വേദഭാഗങ്ങളിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിലാണ് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു അവതാരത്തെ കുറിച്ചാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ 9 കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഓരോന്നായിട്ട് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അതായത് ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നാം കർത്താവിന്റെ ദാസന്മാർ എന്ന് അഭിമാനിക്കുമ്പോൾ നാം ലോകത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ സഭയിലായിരിക്കുമ്പോൾ ഭവനത്തിലായിരിക്കുമ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സഭാ കുടുംബത്തിലെ യോഗ്യമായ നടത്ത എന്നതാണല്ലോ. നമ്മൾ കുടുംബത്തിലായാലും സഭയിലായാലും നമ്മൾ കുടുംബം എന്ന് പറയുന്നത് സഭ എന്ന് പറയുന്നതും അത്
ഒരുമിച്ച് ഇരിക്കുന്നതായിട്ട് നമുക്ക് വേദപുസ്തകം ചിന്തിക്കുമ്പോൾ പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ദാസൻ അല്ലെങ്കിൽ ദാസി എന്ന് പറയുമ്പോൾ അവൻ ഭവനത്തിലായിരിക്കുമ്പോൾ ഏക മനസ്സുള്ളവർ ആയിരിക്കണം. നമുക്ക് ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ കുടുംബത്തിലായിരിക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവിനെ എടുക്കുമ്പോൾ അവർ ഏക മനസ്സുള്ളവർ ആയിരിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശമൊക്കെ ഒരുമിച്ച് പോകാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഭാര്യ പറയുന്നത് ഭർത്താവ് അനുസരിക്കും, ഭർത്താവ് പറയുന്നത് ഭാര്യ അനുസരിക്കും. ആദ്യമൊക്കെ അനുസരിച്ചില്ല എങ്കിൽ തന്നെയും പിന്നീട് അവർ ഒരുമിച്ച് ഏക മനസ്സുള്ളവരായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ സഭയിലോട്ട് വരുമ്പോൾ ഏക മനസ്സ് എന്നുള്ളത് അത് ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ ചില ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങളൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കുടുംബത്തിലായിരിക്കുമ്പോൾ ഒരു ഭാര്യ ഭർത്താവ് അവർ തമ്മിൽ രണ്ടുപേരും സംസാരിച്ച് അല്ലെങ്കിൽ അവരുടെ സ്നേഹം നിമിത്തം അവർ ഏക മനസ്സുള്ളവരായിട്ട് മുന്നോട്ട് വരുമ്പോൾ സഭയിലോട്ട് വരുമ്പോൾ പലവിധമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത്. അപ്പോൾ ഓരോരുത്തരുടെയും സ്വഭാവം അല്ലെങ്കിൽ ഓരോരുത്തരുടെയും മനസ്സ് എന്ന് പറയുന്നത് അത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇവിടെ വേദപുസ്തകം പറയുന്നത് നിങ്ങൾ എല്ലാവരും ഏക മനസ്സ് ഉള്ളവർ ആയിരിക്കണം. അതായത് പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ബന്ധം എന്ന പോലെ നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ത്രിയേക ബന്ധം. പിതാവ് ചിന്തിക്കുന്നത് എന്താണോ പുത്രൻ ചിന്തിക്കുന്നു, പുത്രൻ എന്താണ് ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് ചിന്തിക്കും. ഇത് പരസ്പരം ഒരു ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിതാവ് ചിന്തിക്കാത്തതൊന്നും പുത്രൻ ചിന്തിക്കാതിരിക്കില്ല. അതായത് ഇവർ മൂന്ന് പേര് അല്ലെങ്കിൽ ത്രിയേകത്വം ഇത് മൂന്നും അനുരൂപമായിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നാം ഒരു സഭയോടുള്ള ബന്ധത്തിൽ കൂട്ടു സഹോദരി സഹോദരന്മാർ അവരുടെ മനോഭാവം അല്ലെങ്കിൽ അവരുടെ മനസ്സ് എന്ന് പറയുന്നത് അത് ഏക മനസ്സ് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ 1-ാമത്തെ അധ്യായം വരുമ്പോൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1 വായിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആരോടാണ് പറഞ്ഞതെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ക്രിസ്തു യേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമത്തിയോസും ഫിലിപ്പിയിൽ ക്രിസ്തു യേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടി എഴുതുന്നത്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ആരൊക്കെ ഏക മനസ്സുള്ളവരായിട്ട് ജീവിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ അല്ലെങ്കിൽ ഫിലിപ്പിയിലെ അവിടെ സഭയിൽ അവിടെയുള്ള അധ്യക്ഷന്മാരോട് മൂപ്പന്മാരോട് പറയുകയാണ്, അവിടെയുള്ള വിശുദ്ധന്മാരോട് പറയുകയാണ്, അവിടെയുള്ള ശുശ്രൂഷകന്മാരോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും ഏക മനസ്സുള്ളവരായിട്ട് ജീവിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഒരു സഭയോടുള്ള ബന്ധത്തിൽ വിശ്വാസികൾ അവർക്ക് ഏക മനസ്സുള്ളവരായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അതൊക്കെ മൂപ്പന്മാർക്കിരിക്കട്ടെ, അവർ ഏക മനസ്സുള്ളവരായിട്ട് ജീവിക്കട്ടെ. അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരുടെ ജീവിതം ഇരിക്കട്ടെ, അവർ ഏക മനസ്സുള്ളവരായിട്ട് ജീവിക്കട്ടെ. ഇങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു സഭ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെതാണ്. അപ്പോൾ അവിടെ കൂടി വരുന്ന എല്ലാവരും മൂപ്പന്മാരാകട്ടെ, ശുശ്രൂഷകന്മാരാകട്ടെ, വിശ്വാസികളാകട്ടെ, അവരെല്ലാവരും ഏക മനസ്സോട് കൂടി ഏക മനോഭാവത്തോടു കൂടി ജീവിക്കണമെന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലുള്ള വിശ്വാസികളോട് പറയുന്നത്, അല്ലെങ്കിൽ ഫിലിപ്പിയിലെ സഭയോട് അവിടെ പറയുന്നത്. നമുക്കറിയാം ഈ ഏക മനസ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വൺ മൈൻഡ്, ഏക മനസ്സ് എന്ന് പറയുന്നത് പലപ്പോഴും അത് ഒന്നിച്ച് അല്ലെങ്കിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും പല ഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഈ ഏക മനസ്സ് എന്നുള്ള കാര്യമ്പോൾ അത് വരുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഞാൻ പ്രവർത്തിക്കുന്ന കാര്യമല്ല മറ്റൊരു സഹോദരൻ അല്ലെങ്കിൽ മറ്റൊരു സഹോദരി പറയുന്നത്. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. നാം ആത്മീയമായിട്ട് ഒരു കാര്യം എടുക്കുമ്പോൾ ഞാൻ പറയുന്നത് തന്നെ മറ്റുള്ളവർ ആ നിലയിൽ ചിന്തിക്കണം. അല്ലെങ്കിൽ പരിശുദ്ധാത്മാ പ്രേരണയിൽ എനിക്ക് തരുന്ന കാര്യങ്ങൾ ഞാൻ അത് വെളിപ്പെടുത്തി മറ്റുള്ളവരോട് പറയുമ്പോൾ അത് തന്നെയായിരിക്കണം, അല്ലെങ്കിൽ ആ മനോഭാവം തന്നെയായിരിക്കണം മറ്റുള്ളവർക്കും വേണ്ടത്. അല്ലാതെ ഭിന്ന അഭിപ്രായങ്ങൾ വന്ന് മറ്റൊരു അഭിപ്രായത്തിലോട്ട് പോകുക എന്നതല്ല ഏക മനസ്സ്. അത് ഒരുമിച്ച് വരുന്ന സന്തോഷമുള്ള ഒരു മനസ്സായിട്ട് തന്നെ ഇരിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ ഒന്നുകൂടി വിശദീകരിച്ചാൽ നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലോട്ട് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായം
അതിൻ്റെ 10-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. ഇത് ആരോടാ പറയുന്നത്? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോടുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യമാണല്ലേ. അവിടെ എന്താ പറയുക? സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒന്ന് തന്നെ സംസാരിക്കാതെ അല്ലെങ്കിൽ ഭിന്നത വരുന്നത് അത് ഏക മനസ്സ് ഉള്ള മനോഭാവം ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏക മനസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മനസ്സുകൾ, വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് അവിടെ ഭിന്നതയും പലവിധമായിട്ടുള്ള സംസാരങ്ങളും ഒക്കെ അവിടെ വരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അങ്ങനെയല്ല അവിടെ പറയുന്നത്. അവിടെ നമ്മൾ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സ്തെഫാനോസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ. അപ്പോൾ കൊരിന്തിലുള്ള സഭയോടുള്ള ബന്ധത്തിൽ അവിടെ അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഭിന്നത വരിക പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവര് ഏക അഭിപ്രായത്തിൽ യോജിച്ചിരിക്കുന്നവർ ആയിരിക്കണം. അപ്പോൾ ഏക മനസ്സുള്ളൊരു മനോഭാവം വരുമ്പോൾ ഒരേ ഒരു അഭിപ്രായം അവിടെ ആയിരിക്കും, ഒരേ ഒരു സംസാരം ആയിരിക്കും. ഈ ഏക മനസ്സ് വരാത്ത ആ സ്ഥാനത്ത് ഭിന്നത വരും, വേറെ ആലോചനകൾ വരും, ദൈവഹിതമില്ലാത്ത പ്രവർത്തികൾ വരും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഏക മനസ്സോട് കൂടി തന്നെ ഇരിക്കണം. എന്നാൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെയും 8-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നത്, ഇരു മനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആകുന്നു. അപ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നാം ഇരുമനസ് അല്ലെങ്കിൽ അവിടെയും ഇവിടെയും തൊട്ട് ഒരു ഇരുമനസ്സുള്ള ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുവാനായിട്ട് പാടില്ല. അവന്റെ ജീവിതം എന്ന് പറയുന്നത് അത് അസ്ഥിരനാണ്. അതായത് അവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവൻ ഇവിടെ നിൽക്കും, അവിടെ നിൽക്കും, പല കാര്യങ്ങൾ ചെയ്ത് ഭിന്നതയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി ഒരു മനസ്സിന്റെ മനോഭാവങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും. അങ്ങനെ ഒരു ഇരുമനസ്സുള്ള ഒരു ജീവിതം നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഈ ഏക മനസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് എങ്ങനെ ആയിരിക്കണമെന്നും നമ്മൾ അത് വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിലൊക്കെ വരുമ്പോൾ അവിടെ പറയുന്നു, അത് ദൈവത്തിന്റെ മനസ്സ് ആയിരിക്കണം. കൂടാതെ തന്നെ നന്മ തിന്മകളെ കുറിച്ച് ആരായുന്ന മനസ്സ് ആയിരിക്കണം. കൂടാതെ തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നു, കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നാം കർത്താവിന്റെ മക്കള് അല്ലെങ്കിൽ അവന്റെ ദാസന്മാരെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ളൊരു ഏക മനസ്സ് ആയിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വേണ്ടത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു താഴ്മയുടെ മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നു, അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കണം. അപ്പോൾ ഒരു ദാസന്, ഒരു ദാസിക്ക് വേണ്ടത് ഒരു മനസ്സ് അല്ലെങ്കിൽ വൺ മൈൻഡ് ആയിരിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അവന്റെ ജീവിതത്തിൽ താഴ്മയുണ്ടായിരിക്കും, സൗമ്യതയുണ്ടായിരിക്കും, ദീർഘക്ഷമയുണ്ടായിരിക്കും, അന്യോന്യം സ്നേഹിക്കുവാനും അന്യോന്യം പൊറുക്കുവാനും ഒക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ ആയിരിക്കണം ഒരു ദാസന്മാരുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും വേണ്ടത്. കൂടാതെ തന്നെ നമ്മൾ യെശയ്യാവിന്റെ പുസ്തകത്തിലോട്ട് വരുമ്പോൾ അവിടെ 26-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നു,
സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കുന്നു. കൂടാതെ തന്നെ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് അതൊരു സുബോധമുള്ള മനസ്സ് ആയിരിക്കണം. നമ്മളത് ലൂക്കോസ് സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ഭൂതങ്ങൾ ബാധിച്ച് വിട്ടുപോയ ആ മനുഷ്യനെ കുറിച്ച് പറയുന്ന, അവൻ വസ്ത്രം ധരിച്ച് സുബോധം പൂണ്ട് യേശുവിന്റെ കാൽക്കൽ ഇരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ദാസൻ ദാസി എന്ന നിലയിൽ നമ്മൾ എപ്പോഴും സ്ഥിര മനസ്സ് ഉള്ളവൻ, അസ്ഥിരൻ ആകാതെ ഇരു മനസ്സ് ഉള്ളവനാകാതെ സുബോധമുള്ള ഒരു മനസ്സ് ആയിരിക്കണം നമ്മുടെ ജീവിതം. അതാണ് കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഈ ഏക മനസ്സ് എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇരിക്കുന്നു. നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ അതിന്റെ 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിലോട്ട് വരാം. നമ്മളിപ്പോൾ വായിച്ചതിന്റെ തൊട്ട് താഴെയുള്ള വാക്യമാണ് 12-ാമത്തെ വാക്യം. നിങ്ങളിൽ ഓരോരുത്തൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നത് പോൽ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഏക മനസ്സ് അത് വിഭജിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ, പക്ഷം പിടിക്കുക, അല്ലെങ്കിൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു നിങ്ങളുടെ പക്ഷം പിടിക്കുന്ന കാര്യങ്ങൾ. അവിടെ പറയുന്നു നിങ്ങളിൽ ഓരോരുത്തൻ, ഞാൻ പറയാണ് പൗലോസിന്റെ പക്ഷക്കാർ എന്ന്, ഒരു കൂട്ടം പറയാണ് ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാർ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാർ എന്നിങ്ങനെ പറയുന്ന പോൽ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഇരുമനസ് എന്ന്, അല്ലെങ്കിൽ മനസ്സ്, അല്ലെങ്കിൽ വൺ മൈൻഡ്, ഒരു മനസ്സ്, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ഇരുമനസ് ആകാതെ ഈ ഏക മനസ്സ് എന്ന് പറയുമ്പോൾ അത് ഏക മനസ്സിൽ നിന്ന് മാറിപ്പോകാതെ ഒരു പക്ഷം പിടിക്കുന്ന ഇരു മനസ്സുള്ളവൻ ആകുവാനായിട്ട് പാടില്ല. ഇന്ന് പല സഭകളും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ഇരു മനസ്സ് ആയിത്തീരുമ്പോൾ അവിടെ ചില പക്ഷങ്ങളൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ പക്ഷങ്ങൾ വരുന്ന സ്ഥാനത്താണ് ഭിന്നതയും മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതായത് സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ഏക മനസ്സിൽ മുന്നോട്ട് പോകാതെ പലവിധമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒക്കെ വരുമ്പോൾ പലവിധമായിട്ടുള്ള പക്ഷങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഗ്രൂപ്പിസങ്ങളൊക്കെ വരുമ്പോൾ അത് പല നിലയിലും സഭയ്ക്ക് ഭിന്നത ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് നമുക്ക് പല സഭകളിലും നമ്മൾ അത് നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ആദ്യം മുതൽക്ക് ഉണ്ടെങ്കിൽ തന്നെയും ഇന്നും ആ ഒരു സ്വഭാവം ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ വാക്യം വായിച്ചപ്പോൾ അതിന്റെ 10-ാമത്തെ വാക്യം കൂടി നമ്മളൊന്ന് ചേർത്ത് അത് വായിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളിപ്പോൾ വായിച്ചതിന്റെ കൂടെ 10-ാമത്തെ വാക്യം നമ്മൾ വായിച്ചതാണ്. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഈ പക്ഷം പിടിക്കുമ്പോൾ അവിടെ പലവിധമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരും, ഭിന്നത വരും, പ്രയാസം വരും, പ്രശ്നം വരും. ഇങ്ങനെ സകലമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതാണ് ഈ എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ കർത്താവായ യേശു ക്രിസ്തു അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു ദാസൻ അല്ലെങ്കിൽ ദാസി അവരുടെ ജീവിതത്തിൽ അവർ ഏക മനസ്സുള്ളവർ തന്നെ ആയിരിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ 12-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നു, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ പക്ഷം പിടിക്കുവാനായിട്ട് സാധിക്കുന്നത്? നമ്മൾ സ്വയം നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഒരു സഭയെ എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്
ഈ പക്ഷങ്ങൾ വരുമ്പോഴാണ്. നമ്മളത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഒരാൾ പറയുന്നതിനോട് മറ്റൊരാൾക്ക് യോജിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ആ യോജിക്കുവാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ മറ്റു വ്യക്തിയോട് പറയും, അവൻ അത് യോജിക്കും. അവിടെ ഒരു പക്ഷമായിട്ട് തീർന്നു. മറ്റൊരു വേറൊരു വ്യക്തി നോക്കുമ്പോൾ അവനെടുത്ത തീരുമാനം ചിലപ്പോൾ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. അവന്റെ അഭിപ്രായം മറ്റൊരു വ്യക്തിയോട് പറയുമ്പോൾ അത് വേറൊരു പക്ഷമായിട്ട് തീർന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് പറയട്ടെ, ഈ പക്ഷം പിടിക്കാതെ, അല്ലെങ്കിൽ എനിക്ക് ശരിയായിട്ടുള്ള കാര്യം ഞാൻ പറയുമ്പോൾ അത് മറ്റുള്ളവർ അംഗീകരിക്കാതെ വരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കും. അല്ലാതെ ആ വ്യക്തിയോ മറ്റുള്ളൊരു വ്യക്തിയോ കൂട്ടുപിടിച്ച് ഒരു പ്രശ്നത്തെ വഷളാക്കുവാനായിട്ട് പാടില്ല. എനിക്ക് ശരിയായിട്ടുള്ള കാര്യം ചിലപ്പോൾ മറ്റുള്ളവർക്ക് തെറ്റായിട്ട് വരാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ശരിയായിട്ടുള്ള കാര്യം എനിക്ക് തെറ്റായിട്ട് വരാം. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനോട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനോട് മാറി നിൽക്കുക. അല്ലാതെ മറ്റുള്ളവരെ കൂട്ടിപ്പിടിച്ച് ഒരു ഗ്രൂപ്പിസം ചേർന്ന് ഒരു പക്ഷം പിടിച്ച് ഭിന്നത വരുത്തുവാനായിട്ട് ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ല. അതാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഈ കൊരിന്ത്യ ലേഖനത്തിലും നമ്മൾ വായിച്ച എഫെസ്യർ എഴുതിയ ലേഖനത്തിലും പറയുന്നത്. നിങ്ങൾ സഭ കർത്താവിൻ്റെതാണ്. അപ്പോൾ അവിടെയുള്ള സഹോദരി സഹോദരന്മാർ അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയാണ്. അവിടെയുള്ളവർ ഏക മനസ്സോട് തന്നെ ആയിരിക്കണം മുന്നോട്ട് പോകുന്നത്. നമ്മള് ഈ 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ വരുമ്പോൾ അവിടെ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. നിങ്ങൾ ദൈവം എന്തിനു വേണ്ടിയാണ് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്, അവിടെ നിങ്ങൾ സ്ഥിരതയോടെ മുന്നോട്ട് പോവുക. അവിടെ നിങ്ങൾ ഏക മനസ്സുള്ളവരായിട്ട് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആ സ്ഥാനത്ത് നിങ്ങളെ ഏത് ശുശ്രൂഷയാണ് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, ആ ശുശ്രൂഷയെ നോക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. അല്ലാതെ ആ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതെ അവിടെ ഒരു പക്ഷം പിടിച്ച് മാറി നിന്ന് വേറെ ഗ്രൂപ്പിസം ഉണ്ടാക്കി അങ്ങനൊരു നിലയിൽ മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം പരിശുദ്ധാത്മാവാൽ നിങ്ങളെ വിളിച്ച് ഒരു കാര്യം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വിശ്വസ്തയോടുകൂടി തന്നെ ചെയ്യണം. അല്ലാതെ നിങ്ങൾ അതിൽ നിന്ന് മാറി ഒരു ഗ്രൂപ്പിസം പിടിച്ച് അല്ലെങ്കിൽ ഒരു പക്ഷം പിടിച്ച് അതിൽ ചേർന്ന് നിന്ന് ഭിന്നമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ദൈവസഭയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് തന്നെയാണ് കൊരിന്ത്യർ ലേഖനത്തിലും ഇവിടെ വളരെ വ്യക്തമായിട്ട്, അല്ലെങ്കിൽ ഒരു ദാസന് ഒരു ദാസിക്ക്, ഇത് സഹോദരന്മാരായാലും സഹോദരിമാരായാലും അവരോടുള്ള ബന്ധത്തിൽ ദൈവം പറയാനുള്ളത്, നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരിക്കട്ടെ നിങ്ങൾ ഏക മനസ്സുള്ളവർ ആയിരിക്കണം. അല്ലെങ്കിൽ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ തന്നെ നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നു, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ഇവിടെയാണ് പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകുന്നത്. നമ്മുടെ സ്വന്തം ഗുണം നോക്കി, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തോ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അവൻ എങ്ങനെയോ ആയിക്കൊള്ളട്ടെ, എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് നോക്കി എന്റെ ഗുണം മാത്രം നോക്കി ഞാൻ മുന്നോട്ട് പോവുക. അതിൽ മറ്റുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ ഉൾപ്പെടുത്തി എന്റെ ഗുണം നോക്കി ഞാൻ മുന്നോട്ട് പോവുക. ആ വ്യക്തി, ആ സഹോദരൻ അല്ലെങ്കിൽ ആ സഹോദരി, അവന്റെ ജീവിതം എങ്ങനെയോ ആയിക്കൊള്ളട്ടെ. അങ്ങനെ ഒരു മനോഭാവം അല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മുടെ സ്വന്തം ഗുണം നോക്കുമ്പോൾ മറ്റുള്ളവന്റെ ഗുണം കൂടി നമ്മൾ നോക്കണം. നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് തെറ്റായിരിക്കും, എന്നാൽ അവൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഗുണം കൂടെ നമ്മൾ നോക്കണമെന്നാണ് ഇവിടെ വേദപുസ്തകത്തിൽ പറയുന്നത്. നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ അതിന്റെ 3-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 3-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ഒരുത്തൻ, നേരത്തെ നമ്മൾ വായിച്ചതാണ്, 1-ാമത്തെ അധ്യായത്തിൽ വായിച്ചതാണ്, ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പല്ലോസാർ പൗലോസാർ തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ
കാരണമായി തീർന്ന ശുശ്രൂഷക്കാരത്രേ. അപ്പോൾ അവിടെ പറയുന്നു, നമ്മളെ വിശ്വാസികളെന്ന് നമ്മൾ അഭിമാനിച്ച്, അല്ലെങ്കിൽ നമ്മൾ കർത്താവിന്റെ ഏറ്റവും വിലപ്പെട്ട ദാസന്മാരെന്ന് അഭിമാനിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ പറയുന്നത് നമ്മുടെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത്. അവിടെ പറയും, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ. അപ്പോൾ ഇതൊക്കെ ഉള്ളിൽ വച്ചുകൊണ്ട്, ഈർഷ്യവും പിണക്കവും ഒക്കെ ഉള്ളിൽ വച്ചുകൊണ്ട് ഒരു വിശ്വാസി എന്ന് അഭിമാനിച്ച് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ദൈവം പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളും അവിശ്വാസിയും തമ്മിൽ എന്താണ് വ്യത്യാസം? അവർ രണ്ടുപേരും ഒരുപോലെയല്ലോ. അല്ലെങ്കിൽ കർത്താവിനെ അറിയാത്ത ഒരു അവിശ്വാസി, അവന്റെ ജീവിതത്തിലും ഈർഷ്യവും പിണക്കവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നിന്റെ ജീവിതത്തിലായാലും ഈ ഈർഷ്യയുണ്ട്, പിണക്കമുണ്ട്. അപ്പോൾ ദൈവം പറയുകയാണ്, അപ്പോൾ നിങ്ങളെ ശേഷം ജഡികന്മാരെ പോലെയാണ്. എന്നിട്ട് അവിടെ ഉദാഹരണമായിട്ട് പറയുകയാണ്, നിങ്ങള് പിന്നെ അല്ലെങ്കിൽ പക്ഷക്കാരെ കുറിച്ച് പറയുകയാണ്. അപ്പല്ലോസിന്റെ പക്ഷം, കേഫാവിന്റെ പക്ഷം, അങ്ങനെയുള്ള പക്ഷക്കാരെ കുറിച്ച് പറയുന്നതാണ്. എന്നിട്ട് അവസാനം പറയുകയാണ്, നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരത്രേ. അപ്പോൾ ഒരു ദാസൻ എന്ന നിലയിൽ നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാർ കൂടിയാണ്. ഈ ശുശ്രൂഷകന്മാർ ഓരോരുത്തർക്കും അവരുടേതായ ശുശ്രൂഷകൾ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശുശ്രൂഷകൻ എന്ന് അഭിമാനിക്കുമ്പോൾ ഈ ഈർഷ്യ, പിണക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മനസ്സിൽ വച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്? ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരത്രേ. അപ്പോൾ ഈ ശുശ്രൂഷകന്മാരെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ ശുശ്രൂഷകന്മാരുടെ മനസ്സ്, അല്ലെങ്കിൽ ഒരു ദാസൻ എന്നുള്ള ഒരു വ്യക്തിയുടെ, വിശ്വാസിയുടെ മനസ്സ്, അത് ഏക മനസ്സ് ആയിരിക്കുമ്പോൾ ആ മനസ്സില് ഈർഷ്യയോ പിണക്കമോ ഭിന്നതയോ അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും വരുവാനായിട്ട് പാടില്ല. നമ്മളെല്ലാവരെയും ദൈവം സഭയ്ക്ക് വേണ്ടിയിട്ട് ഓരോ ശുശ്രൂഷകന്മാരായിട്ട്, ശുശ്രൂഷക്കാരത്തികളായിട്ട് ദൈവം നമ്മെ ആക്കിയിരിക്കുകയാണ്. നമ്മൾ അതിലെ തികച്ചും വിശ്വസ്തയോടുകൂടി തന്നെ നമ്മൾ ജീവിച്ചു പോകേണ്ടത് ആവശ്യമാണ്. അല്ലാതെ നമ്മളെ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് അവിടെ പാടില്ല എന്നാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് വായിക്കുമ്പോൾ അവിടെ മനസ്സിലാകുന്നത്. കൂടാതെ തന്നെ നമ്മള് 3-ാമത്തെ അധ്യായം അതിന്റെ 11 മുതൽ ഉള്ള വാക്യങ്ങൾ കൂടെ വായിക്കാം. ഇപ്പൊ വായിച്ചതിന്റെ 3-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യം. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയില്ല. ശ്രദ്ധിച്ച് വായിക്കണേ. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. അപ്പോ 11-ാമത്തെ വാക്യത്തിൽ വായിച്ചത് അവിടെ പറയുന്നു, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. കർത്താവായ യേശുക്രിസ്തു ഒരു അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്, അല്ലെ? സഭയെ സംബന്ധിച്ചായാലും കർത്താവായ യേശുക്രിസ്തു അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. ഒരു സഭ എങ്ങനെയായിരിക്കണം, ഏത് നിലയിൽ പോകണം, ഏത് രീതിയിൽ പോകണം എന്നുള്ളതിനൊക്കെ ഒരു അടിസ്ഥാനം കർത്താവായ യേശുക്രിസ്തു ഇട്ടിട്ടുണ്ട്. കാരണം സഭ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആണല്ലോ. എന്നാല് ആ ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ നശിച്ചു പോകുന്ന എന്തെങ്കിലുമൊക്കെ കുത്തി നിറച്ചു കഴിഞ്ഞാല് അത് തീയോടെ വെളിപ്പെടുമെന്നാണ് ഈ അധ്യായത്തിൽ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് അവിടെ ഉദാഹരണമായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോല് എന്നിവ പണിയുന്നുവെങ്കിൽ, അതായത് ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കൊണ്ട് കുത്തി നിറച്ച് അതിനെ ഉൾപ്പെടുത്തി അതൊക്കെ ദൈവം അടിസ്ഥാനമായിട്ട് ഇട്ടിരിക്കുന്ന ആ കാര്യത്തെ പണിയുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത് തീ ശോധന ചെയ്യും. അല്ലെങ്കിൽ
അത് നിത്യത വെളിപ്പെടുത്തും. അല്ലെങ്കിൽ ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. അവിടെ പറയുകയാണ് അത് തീയോടെ ശോധന ചെയ്യും, തീ തന്നെ ശോധന ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മള് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മള് സഭയിലായിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അടിസ്ഥാനം ഇട്ടിരിക്കുന്ന സഭയിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നമ്മൾ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ദൈവഹിതമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നിത്യത വെളിപ്പെടുത്തുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ അത് തീയോടെ ശോധന ചെയ്യുക തന്നെ ചെയ്യും. നമ്മൾ ഈ 3-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ 21 മുതൽ 21, 22, 23 വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ആ വാക്യം കൂടെ വായിക്കും. 3-ാം അധ്യായം അതിന്റെ 20, 21, 22, 23. ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്, സകലവും നിങ്ങൾക്കുള്ളതല്ലോ. പൗലോസോ അപ്പല്ലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവർ. അപ്പൊ ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. നാം ആരാണ്? അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദാസന്മാരെന്ന് നമ്മൾ പറയുമ്പോൾ നാം ക്രിസ്തുവിൻ ഉള്ളവർ അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവർ എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അല്ലാതെ ദാസന്മാർ എന്ന് അഭിമാനിക്കുമ്പോൾ കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നതല്ല. അനുസരണ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു ദാസൻ എന്ന് പറയുമ്പോൾ അവൻ അനുസരണ കൂടി ഉൾപ്പെട്ടതാണ്. ആ ദൈവത്തിന്റെ വചനം എന്ത് കാര്യം പറയുന്നുവോ അത് അനുസരണയോടുകൂടി ക്രിസ്തുവിനുള്ള ഒരു മകൻ അല്ലെങ്കിൽ മകൾ എന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടി തന്നെ നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാണ്. അല്ലാതെ സാഹചര്യങ്ങൾ വരുമ്പോൾ മാറ്റിയും മറിച്ചും മാറിയും തിരിഞ്ഞുമൊക്കെ നമ്മുടെ ജീവിതങ്ങൾ അലമ്പാലമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവവചനം എന്താണ് സ്പഷ്ടമായിട്ട് എഴുതിയിരിക്കുന്നത് അത് അവസാനത്തോളം നമ്മൾ അതിനോട് നീതി പുലർത്തുക തന്നെ ചെയ്യണം. അല്ലാതെ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ അല്ലെങ്കിൽ ലോകം മാറുന്നതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് അതിന് പുറകെ പോയി കഴിഞ്ഞാൽ നാം ക്രിസ്തുവിനുള്ളവർ എന്ന് പറയുവാനായിട്ട് സാധിക്കത്തില്ല. അല്ലെങ്കിൽ യഥാർത്ഥ കർത്താവിന്റെ ദാസന്മാരെന്ന് നമുക്ക് അഭിമാനിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ക്രിസ്തു ആണ് സകലത്തിനും അടിസ്ഥാനമിട്ടിരിക്കുന്നത്. ആ അടിസ്ഥാനത്തിന്മേൽ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ പണിത് കഴിഞ്ഞാൽ കർത്താവിന്റെ ദാസന്മാർ എന്ന് പറയുന്നതിൽ കർത്താവിന് നാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റുള്ള വിശ്വാസികൾക്ക് അവനെക്കുറിച്ച് നാണിക്കേണ്ടി വരും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒരു ദാസൻ എന്ന് പറയുന്നത് അവൻ തികച്ചും വിശ്വസ്തൻ തന്നെ ആയിരിക്കണം, അവൻ അനുസരണയോടെ ജീവിക്കണം, അവൻ സകലത്തിലും കീഴ്പ്പെട്ട് തന്നെ ഇരിക്കണം. നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിന്റെ ഒരു ഭാഗം മാത്രമേ നോക്കിയുള്ളൂ. ഏക മനസ്സുള്ളവർ ആയിരിക്കണം. ആ ഏകദേശം 8 കാര്യങ്ങളുണ്ട്. നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ദാസന്മാരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളെ വിശ്വസ്തരായിട്ട് തന്നെ ജീവിക്കണം. നമ്മൾ അവിശ്വസ്തത കാണിക്കുവാനായിട്ട് പാടില്ല. എന്നാൽ അവിശ്വസ്തത കാണിച്ചാൽ ഇവിടെ ചിലപ്പോൾ ഒരു പക്ഷേ വെളിപ്പെട്ട് വരില്ല എങ്കിൽ തന്നെയും അത് നിത്യത വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അപ്പോൾ ആ ഒരു ഗൗരവത്തോടു കൂടി തന്നെ ഈ ദാസൻ എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ തികച്ചും സത്യസന്ധതയോട് കൂടി തന്നെ നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാണ്. വരുന്ന ദിവസങ്ങളിൽ എല്ലാവരെയും ആ നിലയിൽ ദൈവം ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ. അവന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.